നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ വലിയ ഇവന്റ് ആയിട്ടുള്ള RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന് ശേഷം നെഗറ്റീവിലാണ് വിപണി ക്ലോസ് ചെയ്യുന്നത്. ഇന്നും ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ തന്നെയാണ്. ദുർബലമായ തൊഴിലവസരങ്ങളും ഉപഭോക്തൃ വികാര ഡാറ്റയും അടുത്ത ആഴ്ച പല രാജ്യങ്ങളിലും താരിഫുകൾ പ്രഖ്യാപിക്കാൻ പദ്ധതിയിടുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടെ 3 മാർക്കറ്റുകളും ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ജോബ്സ് ഡാറ്റയ്ക്ക് ശേഷം US കൺസ്യൂമർ സെന്റിമെന്റ് ഡാറ്റ ഇടിയുകയുണ്ടായി. ഇത് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കും എന്ന സൂചനകളും നൽകി. കൂടാതെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ആമസോൺ Q1 എക്കാലത്തെയും കുറഞ്ഞ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് 4% ഇടിവും രേഖപ്പെടുത്തി. ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനിയായ ആൽഫബറ്റും റിസൾട്ടുകൾക്ക് ശേഷം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 1.84% ഇടിഞ്ഞു, വിപ്രോ 0.81% ഇടിഞ്ഞു, ICICI ബാങ്ക് 2.17% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ HDFC ബാങ്ക് 1.18% ഇടിഞ്ഞത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.77%, ഡോക്ടർ റെഡ്ഡി 0.36% ഇടിഞ്ഞു. ഇനി വെള്ളിയാഴ്ച US മാർക്കറ്റുകളെ പോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ഗോൾഡ് 0.2% നേട്ടമാണ് കൈവരിച്ചത്. ഇപ്പോഴത്തെ ഈ ഒരു ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫോക്കസ് ലഭിക്കുന്നത് ഗോൾഡ് പ്രൈസുകൾക്കാണ്. 63,560 രൂപയാണ് പവന് ഗോൾഡ് പ്രൈസ് ആയിട്ട് കേരളത്തിലുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് കടന്നു പോകാനിരിക്കുന്നത്. ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ആ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. കൂടാതെ ഇപ്പോൾ 50% ഡിസ്കൗണ്ട് കൂടി നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഉപഭോക്താക്കൾ വില കുറഞ്ഞ ഓപ്ഷനുകളിലേക്ക് മാറുന്നത് കൊണ്ട് ചെറുകിട FMCG ബ്രാൻഡുകൾ നേട്ടമുണ്ടാക്കുന്നു. പണപ്പെരുപ്പം മൂലം ഉപഭോക്താക്കൾ വില കുറഞ്ഞ ഓപ്ഷനുകളിലേക്ക് മാറുന്നതിനാൽ ചെറുകിട FMCG പ്ലേയേഴ്സ് നേട്ടമുണ്ടാക്കുന്നു. ഇന്ത്യയിലെ 5 ലക്ഷം കോടി FMCG വിപണിയുടെ 17% ചെറുകിട ബ്രാൻഡുകളാണ്. ഇപ്പോഴത്തെ തേർഡ് ക്വാർട്ടറിൽ ചെറുകിട പ്ലേയേഴ്സ് 4.5% മൂല്യ വളർച്ച കൈവരിച്ചു. എന്നാൽ വോളിയം ഫ്ലാറ്റായി തന്നെ തുടരുന്നു. നെസ്ലയും ബ്രിട്ടാനിയയും പോലുള്ള വലിയ ബ്രാൻഡുകൾ പ്രാദേശിക എതിരാളികളിൽ നിന്ന് കനത്ത സമ്മർദ്ദമാണ് നേരിടുന്നത്. ഇനി നമുക്ക് ഈ സെഗ്മെന്റിലുള്ള സ്മോൾ മിഡ് ക്യാപ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ ബക്ടേഴ്സ്, DFM ഫുഡ്സ്, ഹെറിറ്റേജ് ഫുഡ്സ്, ഹാറ്റ്സൺ അഗ്രോ, KRBL, പതഞ്ജലി ഫുഡ്സ്, ഇമാമി, അവന്തി ഫീഡ്സ് തുടങ്ങിയവയൊക്കെയാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിലുള്ള FMCG കമ്പനികൾ. ഈ സെഗ്മെന്റിലുള്ള കുറച്ച് കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രമാണ്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. അടുത്തതായി പുറത്തു വന്ന കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം വോക്കാഡറ്റ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയത് 14 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 83 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ നല്ലൊരു വർധനവ് കാണാൻ സാധിച്ചു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആയി രേഖപ്പെടുത്തിയത് 721 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 701 കോടി രൂപയായിരുന്നു റവന്യൂ ആയി ഉണ്ടായിരുന്നത്. 3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ രേഖപ്പെടുത്തിയത്. അടുത്തത് VA ടെക് വാബാക് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 11.6% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 70.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 15.1% വർധനവ് രേഖപ്പെടുത്തി. 811 കോടി രൂപയിലാണുള്ളത്. അടുത്തത് സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ മികച്ച ഒരു വർധനവാണ് രേഖപ്പെടുത്തിയത്. 33% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 20.2 കോടി രൂപയാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 69% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 336.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് VST ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് സെയിൽസിൽ 1.26% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 367.15 കോടി രൂപയിലാണ് സെയിൽസ് ഉള്ളത്. ഇതുകൂടാതെ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയത് 153.65 കോടി രൂപയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 136.26 കോടി രൂപയായിരുന്നു പ്രോഫിറ്റായി വന്നത്. അടുത്തത് NHPC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 47% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 330.13 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. എക്സ്പെൻസിലെ വർധനവ് കൊണ്ടാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ കനത്ത ഒരു ഇടിവ് രേഖപ്പെടുത്തിയത്. അടുത്തതായി ഓയിൽ ഇന്ത്യ എന്ന കമ്പനി.
നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 44% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 1457 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 16.7% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. കമ്പനിക്ക് ഇന്ത്യൻ നേവിയിൽ നിന്ന് 610 കോടി രൂപ ഉൾപ്പെടെ 962 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് യൂക്കോ ബാങ്ക് ആണ്. കമ്പനിക്ക് ഒരു ടാക്സ് ഡിമാൻഡ് ഓർഡർ 14.73 ബില്യന്റെ ഒരു ടാക്സ് ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് മാത്രം പറഞ്ഞു പോകാം. ബാക്കിയുള്ള കമ്പനികളുടെ റിസൾട്ടിന്റെ പേര് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഐഷർ മോട്ടോഴ്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, FSN ഇ-കൊമേഴ്സ് അഥവാ നൈക്ക, അപ്പോളോ ഹോസ്പിറ്റൽസ്, നാഷണൽ അലുമിനിയം കമ്പനി, അശോക ബിൽഡ്കോൺ, ബാറ്റ ഇന്ത്യ, ക്രിസിൽ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, എസ്കോട്ട്സ് കുബോട്ട, MTAR ടെക്നോളജീസ്, നാഷണൽ ഫെർട്ടിലൈസേഴ്സ്, പതഞ്ജലി ഫുഡ്സ്, സിഗ്നേച്ചർ ഗ്ലോബൽ ഇന്ത്യ, സൺഫാർമ അഡ്വാൻസ് റിസർച്ച്, TVS സപ്ലൈ ചെയിൻ, വരുൺ ബിവറേജസ് തുടങ്ങിയവയാണ്. ഇനി നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ള ഒരു കാര്യത്തിലേക്കാണ്. ഓപ്ഷന്റെ ബേസിക് കോഴ്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. വെറും 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പരമാവധി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 25 സീറ്റുകൾ മാത്രമാണ് ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുക. അടുത്തതായി വെള്ളിയാഴ്ചത്തെ FID ആക്ടിവിറ്റിയിലേക്കാണ്. 470 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. DIS ആവട്ടെ 453 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ സെല്ലിംഗ് മിക്സഡ് ആണെങ്കിലും ഒരു കുറവ് കാണുന്നത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭയത്തെ തുടർന്ന് ഇപ്പോൾ ഒരു മിക്സഡ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.03% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 1.16% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 0.69% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.25% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,570 എന്ന നിലയിലാണ്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,570 എന്ന നിലയിലാണ്. 17 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഏകദേശം 40 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കും എന്ന വാർത്തകൾ വന്നതോടെ വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $75.06 പെർ ബാരൽ എന്ന നിലയിൽ 0.54% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ട്രേഡ് ചെയ്യുന്നത് $71.38 പെർ ബാരൽ എന്ന നിലയിൽ 0.55% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന് ശേഷം വലിയ വോളറ്റാലിറ്റിയാണ് മാർക്കറ്റിൽ കണ്ടത്. നിഫ്റ്റി 23,700 അടുത്ത് എത്തിയെങ്കിലും അവിടെ നിന്നും ഫോളായി 23,443 എന്ന ലോയും ടച്ച് ചെയ്തു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 23,560 43 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇനി വെള്ളിയാഴ്ചത്തെ കുറച്ച് പ്രത്യേകതകളിലേക്ക് വരാം. നല്ല വോളറ്റാലിറ്റി ആണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. വെള്ളിയാഴ്ച 20-day EMAക്ക് അരികെയാണ് നിഫ്റ്റി എത്തിയത്. അവിടെ നിന്നുമാണ് ഒരു റിവേഴ്സൽ നമുക്ക് ലഭിച്ചതും. അതായത് ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ 20-day EMA തന്നെയാണ്. 23,435 ലെവലിലാണ് ഈ 20-day EMA ഉള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് ദിവസം മുൻപ് തന്നെ പറഞ്ഞ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. ഇത് 3ാമത്തെ തവണയാണ് ഈ ഒരു അപ്സൈഡിലെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയിൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി റിവേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ഇനിയും നമ്മൾ ശ്രദ്ധിക്കുക. കൂടാതെ മറ്റൊരു കാര്യമുള്ളത്, ഡെയിലി ചാർട്ടിൽ ബിയറിഷ് വോളിയം ഇപ്പോഴും വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അത് പ്രതീക്ഷ നൽകുന്നു. പക്ഷേ ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി ഇനി സപ്പോർട്ട് റെസിസ്റ്റൻസ് കൂടി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ചൊന്ന് നോക്കാം. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും, അതിനുശേഷം 23,800 സ്ട്രൈക്കും, അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,700, അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,600ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,550 എന്ന ATM സ്ട്രൈക്കിൽ 147% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ 270% വർധനവ് പുട്ട് സൈഡിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു വർധനവ് കോൾ സൈഡിൽ കാണാം. കുറച്ചുകൂടി നല്ലൊരു ഷോർട്ട് ബിൽഡപ്പ് ആണത്. 23,500 സ്ട്രൈക്കിൽ 46% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്.
108% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. 23,600 സ്ട്രൈക്കിൽ 6% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പ് തന്നെ. 66% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് കുറച്ചുകൂടി ശക്തിയുള്ളത് എന്ന് കാണാം. ഏതായാലും RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് മാർക്കറ്റ് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വൊളറ്റാലിറ്റി ആയിരിക്കും വരുന്ന ദിവസങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് ശേഷം ഏറ്റവും കൂടുതൽ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 50,158-ൽ 223 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞതുപോലെ ഓവറോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു W പാറ്റേണിന്റെ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ എന്ന് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഏതായാലും ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ കൂടുതൽ പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡെയിലി ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ ബിയറിഷ് വോളിയം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇനി വീക്ക്ലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ ആവറേജ് ബുള്ളിഷ് വോളിയത്തിന്റെ അത്രയുള്ള ഒരു വോളിയം ക്രിയേറ്റ് ആയിട്ടുമില്ല. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ആക്ട് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 52,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 54,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മളിവിടെ കടന്നുപോയത്. ഇനി ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. കൂടാതെ ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും OI പൾസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് അതിൻ്റെ ലിങ്ക് നൽകിയിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.